ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. ബർത്ത്ഡേ പാർട്ടി, ഗെറ്റ് ടുഗദർ ഇതിലൊന്നും മിസ്സിന് താല്പര്യമില്ല. പിന്നെ കെട്ടിവലിച്ചിട്ട് വരാൻ പറ്റൂ? സാറ് നിർബന്ധിക്കണം. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ. ക്ലോസ് ആയിട്ടുള്ളവരെന്ന് വെച്ചാ? ഓ, എനിക്ക് മനസ്സിലായി. അനുവിനെ തന്നെ ഒരു ഇടനിലക്കാരനാക്കാനാണ് ഭാവം. ഇപ്പോഴെങ്കിലും തനിക്ക് വഴിയൊക്കെ ആലോചിക്കാൻ തോന്നിയല്ലോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ആ, പിന്നെ ഞാൻ ഒരു ആഹാരപ്രിയനാണെന്നുള്ള കാര്യം അറിയാലോ. മുത്തശ്ശ, എങ്ങനെയുണ്ട്? മുത്തശ്ശൻ ഇതിലൊന്നിൽ തൊട്ടെ. തൊട്ടെ, ഒരു കാര്യം അറിയാനാ. അനുമോൾക്ക് നന്മ വരുന്ന ഏതോ അതിൽ തൊട്ടെന്ന് കരുതിക്കോ. എന്നാലേ മതി. നീ എന്തായി കാണിക്കുന്നത്? ഇപ്പോഴേ വെച്ച് പൊട്ടിക്കണ്ട. ചിക്കുന്റെ ബർത്ത്ഡേക്ക് ചിലരൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശനെ അവരെയൊക്കെ കാണണം. കണ്ണടയില്ലാത്ത വിഷമം മുത്തശ്ശനെ അറിയാവൂ. വേണ്ടായിരുന്നു. വിളിക്കുകയും ചെയ്തു. എന്തൊക്കെയാ ഇഷ്ടം ഒന്നും തിരക്കിയതുമില്ല. ആകെ ടെൻഷനായി. ചിക്കുന്റെ ബർത്ത്ഡേക്കാണോ ഇത്ര ടെൻഷൻ? അതേനെ, ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓഫീസിൽ നിന്നാണെങ്കിൽ മാറി നിൽക്കാനും വയ്യ. വാസുദേവന്റെ മിടുക്ക് നാളെയാ കാണിക്കേണ്ടത്. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെയാ വേണ്ടതെന്ന് ലിസ്റ്റ് തരാം. ഗംഭീരമാക്കണം കേട്ടോ. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു സംശയം, അവളെ കെട്ടാൻ പോണത് നീയാണോ അതോ ഞാനാണോ എന്ന്. എടുത്താ പൊങ്ങാത്ത ഒരു ലിസ്റ്റും കൊണ്ടുവന്ന് അതെല്ലാം വെച്ചോളമി തരണമെന്ന് പറയാൻ വേറെ ആളെ നോക്കി എന്നെ കിട്ടില്ല. നിനക്കെന്താ കളക്ടർ ഉദ്യോഗം? വേറെ ആളുണ്ടെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് വരുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പേർക്ക് സദ്യ ഉണ്ടാക്കി എനിക്ക് ദഹന പണിയാ. യു നോ ഐ ആം എൻ എഞ്ചിനീയർ. ഡോണ്ട് ടോക്ക് സ്റ്റുപ്പിഡ്. ഡിന്നറിന് ആളുകൾ വരുമ്പോ ഭക്ഷണം റെഡി ആയിട്ടില്ലെങ്കിലേ നാറുന്നത് ഞാനാ. വേലക്കാരന്റെ വേഷം കെട്ടിയപ്പോഴേ നീ നാറി. ഇനി എന്തൊരു നാറായിരിക്കണ്? എനിക്കൊരു ഐഡിയ. സുഖമില്ല എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെച്ചിട്ട് മുങ്ങിയാലോ? മുങ്ങ് പിന്നെ പൊങ്ങണ്ടല്ലോ. യു ഫുൾ എഞ്ചിനീയർ മണ്ട. അവളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് മുതലാക്കാനുള്ള വഴി നോക്കി. എന്ത് വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭഗവാൻ പ്രകാശു, ഒരു 10,000 rupees ഇങ്ങോട്ട്. 10,000 5,000 ആയിരുന്നാലും മതി. വിത്തിൻ 24 hours 20 minutes നീ ജീവിക്കാറ്. സ്റ്റാർട്ട് ചെയ്തു. ബ്രേക്ക് ആണോ? എന്തായി? ഓക്കെ, കമാ. അയ്യേ, ബർത്ത്ഡേ ആയിട്ട് മോളിൽ നിന്ന് പഠിക്കുക, നമുക്ക് കളിക്കാം. വാ. ആ മോക്ക് ഞാനൊരു പ്രസന്റേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബർത്ത്ഡേ പ്രസന്റേഷൻ 10 എണ്ണുന്നവരെ നമുക്ക് കണ്ണു കെട്ടി കളിക്കാം. എന്നിട്ട് പ്രസന്റേഷൻ തരാം. ഓക്കെ? 10 എണ്ണുന്നവരെ നമുക്ക് ഇങ്ങനെ മോള് കണ്ണ് കെട്ടിയിട്ട് മുത്തച്ഛന്റെ മുറി പോയിരിക്കണം. 10 എണ്ണി കഴിഞ്ഞിട്ട് അങ്കിള് കണ്ണ് തുറക്കാൻ പറയുമ്പോ മോള് കണ്ണ് തുറക്കുമ്പോ പ്രസന്റേഷൻ തരും. 1 2 3 4 5 6 7 8 9 9 4 9 9 3/4 10
കണ്ണെടുക്കാൻ പോവാ. Many many happy returns of the day. Thank you, വാസുദേവാ. പോടാ. Happy birthday. La 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 la. കിണ്ടി. Wow. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഒട്ടും സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ നല്ല ഐറ്റംസ് ഉണ്ടാക്കായിരുന്നു. ഇത് തന്നെ അധികമായി. വാസുദേവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. എനിക്ക് പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കൊറേ ഉണ്ടല്ലോ. How is it? ഒരു 5 സ്റ്റാർ ലെവലിലായിട്ടുണ്ട്. എല്ലാരും ഇന്ന് എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും. ആ വാസുദേവൻ പ്ലേറ്റ്സ് ഒക്കെ തുടച്ചു വെച്ചോളൂ. ഞാൻ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ ഗേൾ. Thank you, uncle. ഓക്കെ. ഓ ഹലോ. ഹാപ്പി ബർത്ത്ഡേ ചിക്കു. Thank you. ഹാപ്പി ബർത്ത്ഡേ ടു യു. മുത്തശ്ശൻ മുത്തശ്ശൻ. മുത്തശ്ശാ. ഓ. വാസുദേവ, ഓ അയ്യോ എന്താ വാസുദേവ ഇത്? ഞാനിത് എടുത്തോണ്ടിരുന്നപ്പോ കൈ തട്ടി വീണതാ. സാറില്ല, ഞാൻ പറക്കട്ടെ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടു കൊടുത്തോളാം. ഇതെല്ലാം പെറുക്കിക്കള. എന്ത് തൃതൃതി, സൂക്ഷിച്ച് ചെയ്തൂടെ? ഓ ശരി ശരി. ഇതേതായാലും ഒരു സുഖമുള്ള ഏർപ്പാടാ. ഇത്തരം ഗെറ്റുഗദർ റുട്ടീനാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ളൂ. പക്ഷെ വിളിച്ചാലും സാറ് വരില്ലല്ലോ. സമയം കിട്ടാത്തതുകൊണ്ടാടോ. എന്നിട്ടും എല്ലാ എൻഗേജ്മെന്റ്സും മാറ്റിവെച്ച് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാകാനാണ്. അല്ലേ രാജു? വാസുദേവ, അല്ല, ഞാനിത് എടുത്തോണ്ട് അറിയാതെ വീണ് പൊട്ടിപ്പോയതാ. ഏയ് അതൊന്നും കുഴപ്പമൊന്നും ഇല്ലെന്നേ. എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്താ വാസുദേവന് പെട്ടെന്നൊരു ടെൻഷൻ? ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയതാ. ഇപ്പോഴോ? അല്ല, ഇപ്പൊ വെച്ചാൽ ഞാൻ ഇത്രയും പേര് ഫംഗ്ഷൻ ഒരുമിച്ചുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ. MD കൂടി കണ്ടപ്പോ ഫുഡൊക്കെ നന്നാവും പ്രതീക്ഷിച്ചപ്പോ ടെൻഷൻ. ഓക്കെ ഓക്കെ. പ്ലേറ്റ്സ് ഒക്കെ കഴുകി നീറ്റാക്കി വെച്ചോളൂ. ഓ. ഞാൻ അവരെ വിളിക്കാം കേട്ടോ. ഓ. വേഗം വേണം. ഹലോ. അറിയാ, ഞാനാ. ആകെ കുഴപ്പമായി. MD മറ്റും ഡിന്നറിന് വന്നിട്ടുണ്ട്. യോ, എന്നെ തിരിച്ചറിയാത്ത വിധം ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇനി അങ്ങോട്ട് കയറി ചെന്ന എന്റെ കള്ളി വിളിച്ചെത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മുങ്ങാൻ പോവാ. അയ്യോ നീ മുങ്ങരുത്. സാറമ്മച്ചെടുത്തോട് ഉത്തരം പറയേണ്ടത് ഞാനാ. ഓ, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. സംഗതി പൊളിയെന്നുള്ളത് ഉറപ്പായി. നീ ഒരു കാര്യം ചെയ്, അവിടുത്തെ നമ്പർ ഇങ്ങോട്ട് താ. ആ, ഇത് പബ്ലിക് ബൂത്ത് നമ്പർ ഇല്ല. വീട്ടിലെയോ? വീട്ടില് 69505. ആ, ഓക്കെ.
വിളിക്കാം. സർ, ആ, ഒരു കോളുണ്ട്. ഓ. വാസുദേവൻ. എന്താ ഇത്? മദ്രാസിൽ നിന്ന് ഒരു എസ്റ്റേഡിയ കട്ടായി പോയി. സോറി സർ. ഓ, ഹലോ, യെസ്, നമ്പ്യാർ ഹോൾഡിംഗ്. ഞാൻ മദ്രാസിൽ നിന്ന് ഡാനിയലാണ്. ഒരു അർജന്റ് മെസ്സേജ് പറയാനുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ ആരാണ്? ഏത് ഡാനിയലാണ്? എന്റെ കർത്താവ്, എന്നെ മനസ്സിലായില്ലയോ? ഡാനിയൽ, സെറാമിക്സ് ഇന്ത്യയിലെയാ. തോപ്പമ്പടി മറിയാമ്മയുടെ മോനാ. ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞു വീട്ടിലാണെന്ന്, വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഓഫീസിലാണെന്ന്. ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ ആരാ? സോറി, ഫ്രൈഡ് റൈസ്. ഓ സോറി സോറി, ടർച്ചി പ്ലീസ് തുറച്ചോളൂ. സോറി പ്ലീസ് എന്താ ചേച്ചി? ചേച്ചി കഴിക്കും. ആ കഴിക്കാൻ പ്ലീസ് പ്ലീസ്. നാൻ എന്താ പറഞ്ഞ? ബട്ടർ നാൻ സെർവ് ഇറ്റ് പ്ലീസ്. അപ്പോഴേ വീട്ടിൽ വിളിച്ചപ്പോ ഒരു സ്ത്രീയാണ് അറ്റൻഡ് ചെയ്തത്. വൈഫാണെന്ന് എനിക്ക് തോന്നി. വൈഫിനെ കൂടാതെ ഒറ്റയ്ക്ക് ഡിന്നർ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നാ ഫോൺ നമ്പറെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? ചൊവയാ, മഴയായതുകൊണ്ടേ കള്ള. ഇപ്പോഴും പഴയ ചിക്കൻ ലൈൻ വിട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തായി പറയുന്നേ? ഒന്ന് കളിക്കട്ടെ. One second, please. വാസുദേവൻ. ഇത് സർവ് ചെയ്തിട്ട് അത് സർവ് ചെയ്യാം. ഫസ്റ്റ് നൂഡിൽസ്. നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഇങ്ങനെ ഒരു ഡാനിയലിനെ പറ്റി എനിക്ക് അറിയില്ല. ഹലോ, എന്നെ ഇനിയും മനസ്സിലായില്ലയോ? ഞാൻ സെറാമിക്സ് ഇന്ത്യയിലെ PK ഡാനിയലാണ്. ഹലോ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. കൊപ്ര എക്സ്പോർട്ടർ RK നമ്പ്യാർ തന്നെ അല്ലയോ? അല്ല, ഞാൻ ബിൽഡേഴ്സ് ഇന്ത്യയിലെ KK നമ്പ്യാർ. KK നമ്പ്യാരാണോ? ഓക്കെ നമ്പ്യാർ. ഏതോ ഒരു ഡാനിയൽ പ്രാന്തൻ. ഞാൻ കൊപ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണത്. അനു, എനിക്കിഷ്ടായി. നല്ല അടക്കം ഒതുക്കമുള്ള പയ്യൻ. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാതെ കാര്യങ്ങൾ വേഗം ഒന്ന് നടത്തണം. വീട്ടുകാരും ഒക്കെ ആയിട്ടൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ കറിയാച്ചനോട് പറയാം. ദേ കക്ഷിയോടെ കാത്തിരുന്ന് മുഷിയ. ഇത്രയും നേരം ആളും ബഹളമൊക്കെ ആയിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അനു അങ്ങോട്ട് ചെല്ലുന്നേ. ഞാൻ ഇറങ്ങാ. ഞാൻ പോവാ. നേരം ഒത്തിരി വൈകി. വരട്ടെ. ഈ രാജുവിന്റെ ഒരു കാര്യം. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ? ചമ്മി തിരിഞ്ഞ്. അയ്യോ, പിന്നെ ഒരു കണക്കിന് പറഞ്ഞു വിട്ടു. വാസുദേവ, വാസുദേവൻ പൊയ്ക്കോളൂ. ഏയ്, ഇന്ന് ഒത്തിരി പണിയുണ്ടായിരുന്നല്ലേ? ബാക്കിയൊക്കെ നാളെ ചെയ്താ മതി. അയ്യോ മാഡം, ഇതൊക്കെ എങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ? വാസുദേവൻ പൊയ്ക്കോളൂന്നേ. അയ്യോ, ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്യാ? ഞാൻ ഹലോ, നീ വന്നേ. എന്നാ ഇത് വെച്ചോളൂ.
വാസുദേവൻ പോയില്ലേ? നാളെ ഇത്തിരി വൈകി വന്നാലും മതി. മാഡം ഞാൻ ഉം. ഓ കഷ്ടം. ഇങ്ങനെയുണ്ടാവോ മനുഷ്യര്? പാവം. ആഹാ താൻ പോവയോ? എല്ലാം കഴിഞ്ഞോടോ? കഴിഞ്ഞു. എന്നാലും ഒന്ന് പോയി നോക്ക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ആഹാ രാജു, താൻ എന്താടോ ഇവിടെ? ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ബർത്ത്ഡേ പാർട്ടി. ചിക്കുന്റെ അല്ലേ? ഞാനും അവിടേക്കാ. കെന്നൽ ക്ലബിന്റെ ഡോഗ് ഷോയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വൈകിയത്. ഇനിയിപ്പോ ചെന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലെങ്കിൽ വൈഫ് എന്നെ നിരത്ത് നിർത്തില്ല. വരട്ടെ. ആ പിന്നെ ഇത്തവണത്തെ ഡോഗ് ഷോക്ക് ഞാനും ഉണ്ടാവും. ബാംഗ്ലൂർ പഴയതുപോലെ നമുക്കൊന്ന് കൂടണം കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ. വേണ്ട, ഇങ്ങടെ പോവാ നല്ലത്.